ശക്തിക്ഷയിപ്പിക്കൽ യുദ്ധം യഥാർത്ഥത്തിൽ 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ആരംഭിച്ചത്. ഇത് ഇസ്രായേലും അതിൻ്റെ അറബ് അയൽക്കാരും പ്രാഥമികമായി ഈജിപ്തും തമ്മിലുള്ള ഒരു നീണ്ട പോരാട്ടമായിരുന്നു. 1970 ഓഗസ്റ്റിൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറോടെയാണ് യുദ്ധം അവസാനിച്ചത്. നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് ഈജിപ്തും സിറിയയും യോം കിപ്പൂരിൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി. ഇസ്രായേൽ ആദ്യ തിരിച്ചടിക്കിടയിലും വിജയകരമായി പ്രത്യാക്രമണം നടത്തി നിലം തിരിച്ചുപിടിച്ചു. PLO സേനയെ തുരത്താൻ ഇസ്രായേൽ ലെബനൻ ആക്രമിച്ചു. തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ ഒരു സുരക്ഷാ മേഖല സ്ഥാപിച്ചു. PLOയെയും സിറിയൻ സേനയും പുറത്താക്കാൻ ഇസ്രായേൽ ലെബനോൻ ആക്രമിച്ചു. ദക്ഷിണ ലെബനോൻ സൈന്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ സഹായിച്ചു. ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ഫലസ്തീൻ പ്രക്ഷോഭം സൈനിക സാമ്പത്തിക നടപടികളിലൂടെ ഇസ്രായേൽ പ്രതികരിച്ചു. ഇസ്രായേലിനെതിരെ ഇറാഖ് സ്കഡ് മിസൈലുകൾ വിക്ഷേപിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇസ്രായേൽ തിരിച്ചടിച്ചില്ല. ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ഫലസ്തീൻ പ്രക്ഷോഭം. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തടയാനുള്ള തടസ്സം നിർമ്മിച്ചു. 85% വേലിയും 15% കോൺക്രീറ്റ് മതിലുകളും നിർമ്മിച്ചു. ഹെസബൊള്ള ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി. ഇസ്രായേൽ വ്യോമാക്രമണങ്ങളും കര ആക്രമണങ്ങളും ആരംഭിച്ചു. ഗാസയിൽ നിന്ന് ഹമാസ് മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും തെക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ ഹമാസിനെതിരെ ഓപ്പറേഷൻ കാസ്ലെഡ് ആരംഭിച്ചു. ഇസ്രായേൽ ഹമാസ് നേതാക്കളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചു. ഹമാസിനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണവും കര ആക്രമണവും ആരംഭിച്ചു. ഗാസ ഇസ്രായേലി അതിർത്തിയിൽ പലസ്തീൻ പ്രതിഷേധം. ഇസ്രായേൽ ശക്തമായി പ്രതികരിച്ചു. ഇസ്രായേലിനെതിരെ പലസ്തീൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഹെസബൊള്ള, ഹൗത്തി, ഇറാന്റെ ആണവ പദ്ധതിയും പ്രോക്സി യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ശ്രദ്ധേയമായ പ്രതിരോധവും സൈനിക ശക്തിയും പ്രകടിപ്പിച്ചു. യെരുശലേം എന്ന പേരിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ നഗരം എന്നാണ്. വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും നഗരത്തിന് ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങളിൽ യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്ന പ്രസിദ്ധമായ ലിഖിതം കാണാം.